കൂട്ടുകാരെ, എല്ലാവർക്കും നീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പീരീഡിൻ്റെ ആദ്യ ദിവസം മുതൽ ഓവുലേഷൻ്റെ ദിവസം വരെ ഇഞ്ചി ഈ ഒരു രീതിക്ക് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. നമ്മളുടെ ചാനലിൽ ഓൾറെഡി ഇഞ്ചി ഉപയോഗിച്ചിട്ട്, ഇഞ്ചി ചായ ഉപയോഗിച്ച് ഇഞ്ചി വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ട് നമ്മുടെ പ്രഗ്നൻസി ആകാനായിട്ട് സഹായിക്കുന്ന ടിപ്പിനെ പറ്റി ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ആ ടിപ്സ് ഫോളോ ചെയ്തിട്ട്, അതായത് ഇഞ്ചി വെള്ളവും ഉലുവ വെള്ളവും ഇത് രണ്ടും, അതുപോലെ ഗ്രാമ്പൂ വെള്ളം, ഇത് മൂന്നും ഉപയോഗിച്ചിട്ട് പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഇവിടെ ഇഞ്ചിയുടെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാം എന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കുന്നത് ഇഞ്ചി ഓയിലിനെ പറ്റിയിട്ടാണ്, ജിഞ്ചർ ഓയിലിനെ പറ്റിയിട്ടാണ്. ഈ ജിഞ്ചർ ഓയിൽ നമ്മൾ പീരിയഡ്സിന്റെ ആദ്യത്തെ 3-4 ദിവസങ്ങളിൽ നമ്മൾ ഇഞ്ചി വെള്ളം കുടിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ യൂട്രസിൽ നിന്ന് ആ ഒരു ആ ഒരു പീരിയഡ്സിന്റെ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞ് വളരാൻ വേണ്ടിയിട്ട് സ്റ്റോർ ആക്കി വെച്ചിട്ടുള്ള എല്ലാ ബ്ലഡും അതുപോലെ എൻഡോമെട്രിയൽ ലൈനിങ്ങും ഒക്കെ കൃത്യമായിട്ട് റിമൂവ് ആയിട്ട് നമ്മുടെ യൂട്രസിനെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇഞ്ചി ഉപയോഗിക്കേണ്ടെന്നാണ് വീഡിയോസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയാറ്. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇഞ്ചി ഓയിൽ നമ്മൾ ഉള്ളിലോട്ട് എടുക്കുകയല്ല, നമ്മൾ കഴിക്കുക കുടിക്കുക ഒന്നുമല്ല ചെയ്യുന്നത്, നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത് ചെയ്യുന്നത് നമ്മുടെ അബ്ഡോമനിലാണ്. ഇഞ്ചി ഉപയോഗിച്ചിട്ട്, ഇഞ്ചിയുടെ ഓയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ മസാജ് ചെയ്യുന്നത് ഒരുപാട് ബെനിഫിറ്റുകൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ശരീരഭാഗങ്ങളിലോട്ടും എത്തുന്നതിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. ആ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇഞ്ചിക്ക് ഓൾറെഡി നിങ്ങൾക്കറിയാം അതിനൊരു വാർമിംഗ് എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഇഞ്ചി, അതുപോലെ ഇഞ്ചി ചേർന്നിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് എടുക്കരുതെന്ന് പറയുന്നത്. ഒരു വാർമിംഗ് എഫക്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പോഴേക്കും ശരീരത്തിനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് ഇഞ്ചിക്കുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു വാർമിംഗ് എഫക്റ്റ് ഇതിനുണ്ടെന്ന് പറയുന്നത്. ഇഞ്ചി ഓയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ ലോവർ അബ്ഡമൻ ഭാഗം, നമ്മുടെ യൂട്രസിന്റെ ഭാഗം, നമ്മുടെ ഓവറീസിന്റെ ഭാഗം, നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിന്റെ ഭാഗമൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇതുവഴി ഈ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ടുള്ള ഓവറീസിലോട്ടും മറ്റ് ഫലോപ്പിയൻ ട്യൂബ്, സെർവിക്സ്, അതുപോലെ നമ്മുടെ യൂട്രസ്, ഈ ഭാഗങ്ങളിലോട്ടൊക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം ആ ശരീരഭാഗങ്ങളിൽ നിന്ന് കിട്ടുകയുള്ളൂ. ഹോർമോൺസിന്റെ പ്രവർത്തനം അവിടെ ആക്ച്വലായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും അത് വളരാൻ വേണ്ടിയിട്ടുള്ള പോഷകങ്ങൾ അതിലോട്ട് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അണ്ടത്തിന് വളരുന്നതിനും എൻഡോമെട്രിയൽ ലൈനിങ്ങിന് വളരുന്നതിനും അത് സഹായിക്കുകയുള്ളൂ. അതിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒന്നാണ് ഇഞ്ചിയുടെ ഓയിൽ, ജിഞ്ചർ ഓയിൽ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത്. ഇത് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പടിപടിയായിട്ട് നോക്കാം. ഒരുപാട് പേര് ഒരുപാട് പഠനങ്ങൾ നടത്തി തെളിയിച്ചിട്ടുള്ളതാണ് ഇഞ്ചിയുടെ ആ ഒരു ഓയിൽ ഉപയോഗിച്ച് നമ്മൾ മസാജ് ചെയ്യുന്നത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. നമ്മുടെ ഹോർമോണുകളുടെ പ്രവർത്തനമെല്ലാം കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഓൾവേസ് നമ്മുടെ ആ ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ ആ ഒരു പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നടക്കും. ഹോർമോണൽ ഇംബാലൻസസ് പലർക്കും ഉണ്ടാവുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടും നമ്മൾ ഒട്ടും തന്നെ ആക്റ്റീവ് അല്ലാതിരിക്കുന്നത് കൊണ്ടും ഒക്കെയാണ്. ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ജിഞ്ചർ ഓയിൽ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ മെൻസ്ട്രേഷൻ, നമ്മുടെ ആർത്തവം റെഗുലേറ്റ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. ആർത്തവത്തിന്റെ പ്രവർത്തനം കൃത്യമായിട്ടുള്ള കാലയളവിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ, അതായത് ഫോളിക്കുലർ ഫേസും ലൂട്ടിയൽ ഫേസും കൃത്യമായിട്ടുള്ള ഒരു ദൈർഘ്യത്തിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ അണ്ടം വളരുന്നതിനും ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനുമുള്ള ഒരു സമയം നമ്മളുടെ ശരീരത്തിന് കൃത്യമായിട്ട് കിട്ടുന്നു. ഇവിടെ ഫോളിക്കുലർ ഫേസ് നീണ്ടു പോവുകയും ലൂട്ടിയൽ ഫേസ് കുറഞ്ഞു പോവുകയും, അതുപോലെ തന്നെ ഫോളിക്കുലർ ഫേസ് കുറഞ്ഞു പോവുകയും ലൂട്ടിയൽ ഫേസ് കൂടി പോവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതോടെ നമ്മുടെ ആ ഒരു ഹോർമോണുകളുടെ പ്രവർത്തനമെല്ലാം താളം തെറ്റുന്നതിനും അങ്ങനെ നമുക്ക് പ്രഗ്നൻസി നീണ്ടു പോകുന്നതിനും കാരണമാവുന്നു. അപ്പൊ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്നതിനും പിന്നെ ഒരുപാട് കാര്യങ്ങളിൽ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ആ ഒരു ഫലോപ്പിയൻ ട്യൂബിന്റെ പ്രവർത്തനങ്ങളെ ഒന്ന് ഉത്തേജിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. പിന്നെ ഫലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ക്യൂർ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. പിന്നീട് നമ്മൾ കൂടുതൽ പഠനങ്ങൾ നടത്തി കഴിയുമ്പോൾ സയന്റിസ്റ്റുകൾ പറയുന്നത് ഇത് നമുക്ക് സിസ്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഓവറീസിലൊക്കെ സിസ്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റിനെയൊക്കെ ഒന്ന് അതിന്റെയൊക്കെ സൈസൊക്കെ ഒന്ന് കുറയ്ക്കുന്നതിനും അതിന്റെ ഒരു സിസ്റ്റ് ഒന്ന് അപ്രത്യക്ഷമാക്കുന്നതിനും ഒക്കെ, സിസ്റ്റൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നതിനും ഒക്കെ ഇത് സഹായിക്കുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കേട്ടോ.
അതിനെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന മറ്റു പല ബെനിഫിറ്റുകളും ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷൻ ക്ലിയർ ആക്കുന്നതിന് ഇത് സഹായിക്കുന്നു. അതായത് നമ്മുടെ ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കുന്നതിന് സഹായിക്കുന്നു. നമ്മുടെ ഗട്ട് ഹെൽത്തിനും നമ്മുടെ ഫെർട്ടിലിറ്റിക്കും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. കാരണം നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക, പക്ഷെ അതെല്ലാം കൃത്യമായിട്ടുള്ള സമയത്ത് ദഹിച്ച് അത് വേണ്ടുന്ന ശരീരഭാഗങ്ങളിലോട്ട് എത്തിക്കാൻ നമ്മളുടെ ശരീരത്തിന് സാധിക്കുന്നില്ലെങ്കിൽ അതുവഴി നമ്മളിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാകും. നമ്മളുടെ ഡൈജഷൻ അഥവാ ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കാതിരുന്നു കഴിഞ്ഞാൽ ഓൾവേസ് അത് ഒബ്വിയസ്ലി അത് നമ്മുടെ ഫെർട്ടിലിറ്റിയും കൂടി അഫക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡൈജഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇഞ്ചി ഓയിൽ ഉപയോഗിച്ച് ജിഞ്ചർ ഓയിൽ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് നമ്മളെ സഹായിക്കുന്നു. അത് മാത്രമല്ല, ഈ ജിഞ്ചറിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് നമ്മളുടെ ശരീരത്തിലെ സെൽ ഡാമേജ് ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നു. നമ്മുടെ ഒരു ഓവം പ്രിപ്പയർ ആയിട്ട് വരുമ്പോൾ, ഒരു എഗ്ഗ് പ്രിപ്പയർ ആയിട്ട് വരുമ്പോഴേക്കും അതിൽ സെല്ല് കൃത്യമായിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവണം. പുരുഷന്റെ സ്പേമിലും കൃത്യമായിട്ടുള്ള ഒരു സെല്ല് ഫോം ചെയ്തിട്ടുണ്ടാവണം. ഈ സെല്ലിന്റെ ഫോർമാറ്റിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആണ് കുഞ്ഞിന് ക്രോമസോമൽ അബ്നോർമാലിറ്റീസും മറ്റ് ജനറ്റിക് ഡിസോർഡേഴ്സും ഉണ്ടാവുന്നത്. അതിനെയൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ ആന്റി ഓക്സിഡൻസ് ഉണ്ടാവണം. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ജിഞ്ചർ ഓയിലിന് സാധിക്കുന്നു. ഇത് വെച്ച് മസാജ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ആ ഒരു ആന്റി ഓക്സിഡൻസ് ഒക്കെ എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് മസാജ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ നേരത്തെ കാസ്റ്റർ ഓയിൽ പാക്ക് വെച്ച് മസാജ് ചെയ്യാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊരു ജിഞ്ചർ ഓയിൽ എടുത്തിട്ട് ഒന്നോ രണ്ടോ ഒരു ഡ്രോപ്സ് ഇട്ടിട്ട്, ഫില്ലറിൽ മറ്റോ ഡ്രോപ്സ് ഇട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു 2 തുള്ളി ഇട്ട് വീഴ്ത്തിയിട്ട് അത് വെച്ചിട്ട് ജസ്റ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ഒരുപാട് പ്രഷറിൽ നിങ്ങൾ അബ്ഡമൻ ഭാഗം മസാജ് ചെയ്യാനായിട്ട് പാടില്ല. പയ്യെ നമ്മൾ ഒരു സ്മൂത്തിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ, ആ എഫക്റ്റിൽ നിങ്ങൾ അബ്ഡമൻ ഭാഗം മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് ശരീരം പോലും നിങ്ങൾ മസാജ് ചെയ്യുന്നുണ്ട് എന്നറിയാത്ത രീതിക്ക് നിങ്ങൾ പയ്യെ പയ്യെ ആ ഒരു ഭാഗം മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ ഒരു ദിവസം ഒരു തവണ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. ഒരു 10 to 15 മിനിറ്റ്സ് വരെയെങ്കിലും നിങ്ങൾ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മുടെ പീരിയഡ്സിന്റെ സമയം മുതൽ ഓവുലേഷൻ സമയം വരെ മാത്രമാണ്. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കേൾക്കുക. പീരിയഡ്സിന്റെ സമയം മുതൽ ഓവുലേഷൻ സമയം വരെ ഓരോരുത്തരുടെ സൈക്കിൾ ലെങ്ത്തിന്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്നാണോ നിങ്ങൾക്ക് ഓവുലേഷൻ വരുന്നത് ആ ഡേറ്റ് നിങ്ങൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ആ ഓവുലേഷൻ ഡേറ്റിൽ അതായത് നിങ്ങൾക്ക് 28 ദിവസമാണെങ്കിൽ 14ാമത്തെ ദിവസം വരെ മാത്രം നിങ്ങൾ അത് ചെയ്താൽ മതിയായിരിക്കും. 30ാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് ഓവുലേഷൻ വരുന്നതെങ്കിൽ 16ാമത്തെ ദിവസം വരെ നിങ്ങളിത് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. ഇനി എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് ഇത് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ള കാര്യം. നല്ല നല്ല സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിലും നിങ്ങൾക്ക് ജിഞ്ചർ ഓയിൽ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാവുന്നതാണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ജിഞ്ചർ ഓയിൽ ഉണ്ടാകും. അതിൽ നല്ല പ്രൊഡക്റ്റ് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് മേടിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8ാം തീയതി മുതൽ ഈ മാസം 6ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.